കമ്പനിയുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് നിർത്തലാക്കിക്കൊണ്ട് ആ ഒരു കമ്പനിക്ക് വളരാൻ കഴിയുമോ? വിചിത്രമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ എക്സാക്ട്ലി ഇതാണ് രാജീവ് ബജാജ് ചെയ്തത്. അപ്പോൾ ഇതോടെ ഇവിടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അപ്പോൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയും അതുപോലെ ബജാജ് മോട്ടോഴ്സിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ കഴിവുള്ള ഒരാളാണ് ഇദ്ദേഹം. 1972 ലോഞ്ച് ചെയ്ത ബജാജ് ചേതക് ഇന്ത്യക്ക് ആവശ്യമായ ഒരു 2 വീലർ ആയിരുന്നു. അപ്പോൾ വളരെ ചെറിയ കോമ്പറ്റീഷനോടെ അതിൽ വളരെ അഫോർഡബിൾ ആയി ഒരു 2 വീലർ ഇന്ത്യൻ റോഡുകളെ ഭരിച്ചു തുടങ്ങി. പക്ഷേ 2005 എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് രാജീവ് ഒരു വലിയ നീക്കം നടത്തി. അദ്ദേഹം ചേതക് നിർത്തലാക്കി. കാരണം ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വന്നോടെ ചേതകിന്റെ സെയിൽസ് ഇടിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ആളുകൾക്ക് ഒരു സാധാരണ സ്കൂട്ടർ അവർ ആഗ്രഹിക്കുന്നില്ല. ആളുകൾക്ക് ഇപ്പോൾ പവർ, സ്പീഡ്, അതുപോലെ സ്റ്റൈലൊക്കെയാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബജാജ് കമ്പനിയുടെ ആകെ ശ്രദ്ധ പൾസർ പോലെയുള്ള ബൈക്കുകളിലേക്ക് മാറ്റി. അതുപോലെ ഇത് ഇന്ത്യൻ യൂത്തിൻ്റെ ഇടയ്ക്ക് ഒരു പോപ്പുലർ ചോയ്സ് ആയിട്ട് മാറി. 2007 അവർ KTM ലോഞ്ച് ചെയ്തു. അതുപോലെ തന്നെ 2017 പ്രീമിയം ബൈക്ക് സെയിൽസ് ആൻഡ് സർവീസിനായിട്ട് കവാസാക്കി ആയിട്ട് ടൈപ്പ് നടത്തി. ഇന്നിപ്പം 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ബജാജ് ഏകദേശം 40 ലക്ഷം 2 വീലേഴ്സ് വിറ്റിട്ടുണ്ട്. 70-ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെയ് 2025 പ്രകാരം 2.21 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത്. രാജീവ് ബജാജ് ജസ്റ്റ് ലീഡ് ചെയ്യുക മാത്രമല്ല ഇവിടെ ചെയ്തത്, അദ്ദേഹം ധൈര്യത്തോടെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നേറുകയാണ് ചെയ്തത്. അപ്പം ചിലപ്പോൾ നമ്മൾ വളരണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടും വരും. അപ്പം ബജാജിൻ്റെ ഈ ഒരു മുന്നേറ്റത്തിൽ നിങ്ങൾ പങ്കാളികളായിട്ടുണ്ടായിരുന്നോ? താഴെ നിങ്ങളത് കമൻറ്റ് ചെയ്യുക.